CPIM-ന്റെ ഭരണത്തിലുണ്ടായിരുന്നതായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്തെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും അരക്കിട്ടിറങ്ങിയിരിക്കുകയാണ്. അടിമാലി, ദേവികുളം, കരിമന്നൂർ, കരിംകുന്നം, മൂലമറ്റം, മുള്ളരിങ്ങാട്, മൂന്നാർ, നെടുങ്കണ്ടം, പൈനാവ്, രാജാക്കാട്, തോപ്രാംകുടി തുടങ്ങിയ 16 ഡിവിഷനുകളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. ഇതിൽ കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസും ശക്തമായി തന്നെ, തുല്യ ശക്തിയോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിന് 4 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. തോപ്രാംകുടിയിലെ ഷൈനി സജി, അതുപോലെ തന്നെ കരിങ്കുന്നത്തെ CV സുനിത, മൂലമറ്റത്തെ MJ ജേക്കബ്, മുള്ളരിങ്ങാടിലെ ഷൈനി റജി, ഇവർ 4 പേരുമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിലെ PJ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തവർ. മാണി കോൺഗ്രസ് പിളർന്നപ്പോൾ ഇടുക്കിയിലെ ഏറിയ പങ്കും നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിന്റെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള ജില്ല ഇടുക്കി തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് മധുരപ്രതികാരം ചെയ്തതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു പയറ്റുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം മധ്യ തിരുവിതാംകൂറിൽ മാണി കോൺഗ്രസ് പോയാൽ ഒരു ചുക്കുമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത മോൻസ് ജോസഫിനും PJ ജോസഫിനും ഉള്ളതുകൊണ്ട് തന്നെ ഇക്കുറി അരയും തലയും മുറുക്കി തന്നെയാണ് മത്സരിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്നത്. ഒരു രീതിയിലും അടിപതറാതെ തന്നെയാണ് നിൽക്കുന്നത്. പരമ്പരാഗത കോൺഗ്രസ് തട്ടകമായ അടിമാലിയിലും കരിമന്നൂരിലും ഇക്കുറിയും കോൺഗ്രസ്സുകാർ ജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും മറ്റ് പല മേഖലകളിൽ, പ്രത്യേകിച്ചും നെടുങ്കണ്ടത്തും പൈനാവിലും രാജാക്കാടുമൊക്കെ CPIM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പാമ്പാട് പറമ്പ് ഉൾപ്പെടെ പല മേഖലകളിലും അത്ഭുത വിജയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാമെന്ന ചിന്തയുമുണ്ട്. ഏതൊക്കെ തന്നെ ആയിരുന്നാലും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് UDF നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തിന്റെ മേഖല തിരിച്ചു നോക്കുമ്പോൾ സാമാന്യം നല്ല ലീഡ് നേടിയെടുക്കാൻ ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇക്കുറി ജോസഫ് ഗ്രൂപ്പിനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഏറ്റവും കുറഞ്ഞത് 10-ൽ കൂടുതൽ ഡിവിഷൻ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുന്നത്. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫും തന്നെയാണ് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ. അവർ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് PJ ജോസഫിന് കരുത്ത് ഇരട്ടിയിലധികമാക്കും. ഹൈറേഞ്ച് മേഖലയിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ, പ്രത്യേകിച്ചും റോഷിയുടെയൊക്കെ ആധിപത്യം ഇക്കുറി തകർത്തെറിയാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു കാരണമാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പൈനാവ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഏതെങ്കിലും രീതിയിൽ UDF-ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ ശക്തി കേന്ദ്രമായി മാറും. പ്രത്യേകിച്ചും MM മണി ഉടുമ്പൻചോലയെ പ്രതികരിക്കുന്നത് കഴിഞ്ഞ തവണ ഏകദേശം 40,000-ത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് EM അഗസ്റ്റിയെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ചുവപ്പുമായില്ല എന്ന വിചാരം സഹാക്കൾക്കിടയിലുണ്ട്. അത് മാറ്റിമറിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണിത്.